പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. നിയമ ഭേദഗതിയിലൂടെയാണോ ഉത്തരവിലൂടെയാണോ വോട്ടവകാശം ഉറപ്പാക്കുകയെന്ന് അടിയന്തരമായി തീരുമാനമെടുക്കാൻ കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. കുടിയേറ്റ തൊഴിലാളികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന പുതിയ അപേക്ഷയിൽ കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. പ്രവാസികൾക്ക് വിദേശത്ത് നിന്ന് തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമൊരുങ്ങാൻ ഇനി പൂർത്തിയാകേണ്ടത് സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് നടപടികൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഈ തപാൽ വോട്ടിംഗ് ആണോ പകരക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിനുള്ള സംവിധാനമാണോ വേണ്ടതെന്ന് ഉടൻ തീരുമാനിക്കും. ഈ തപാൽ വോട്ടിംഗ് ആണ് പ്രായോഗികമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര നിയമ, ധന, പ്രവാസികാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. നിയമ ഭേദഗതിയിലൂടെയാണോ ഉത്തരവിലൂടെയാണോ പുതിയ സംവിധാനം കൊണ്ടുവരേണ്ടതെന്ന് ചർച്ചകളിൽ തീരുമാനമാകും. പുതിയ സംവിധാനം നടപ്പാക്കുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് തീരുമാനമെടുക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് എച്ച്.എൽ. ദത്ത് പറഞ്ഞു. കേന്ദ്രത്തിന് സാവകാശം അനുവദിച്ച കോടതി പ്രവാസി മലയാളി ഡോക്ടർ ഷംസീർ വയലിൽ നൽകിയ ഹർജി 8 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നതിനായി മാറ്റി. അതേസമയം രാജ്യത്തെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കുന്ന കാര്യവും പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു. തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വോട്ടവകാശം വിനിയോഗിക്കാൻ അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് പുതിയ അപേക്ഷ. ഇക്കാര്യത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടറിയിക്കണം. റിപ്പോർട്ടർ, ദില്ലി.